1/81 സമം 9/3 എക്സ് ആയാൽ 8 എക്സ് മൈനസ് 3ൻ്റെ വില കാണുക. ഇവിടെ 3 എക്സ് ആണ്, അതുകൊണ്ട് 81നെയും 9നെയും 3ൻ്റെ കൃതികളായിട്ട് എഴുതുക. ഇവിടെ 3 എക്സ് ആണ്, അതുകൊണ്ട് 81നെയും 9നെയും 3ൻ്റെ കൃതികളായിട്ട് എഴുതുക. അപ്പോൾ ഈ 1 അതുപോലെ 2/81 എന്ന് പറയുന്നത് 3 4 3 4 തവണ 3 × 3 × 3 × 3 ഗുണിച്ചാൽ 81 കിട്ടും. അതുപോലെ സമം 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയറാണ്. 3 × 3 3 2 പ്രാവശ്യം ഗുണിച്ചാൽ 9 കിട്ടും. 3 എക്സ്. ഇനി നമുക്ക് ഇത് സമം എന്ന ചിഹ്നം, ഇവിടെ ഒരു ഫ്രാക്ഷൻ, ഇവിടെ ഒരു ഫ്രാക്ഷൻ, സമം എന്ന ചിഹ്നം, ഇവിടെ ഒരു ഫ്രാക്ഷൻ, ഇവിടെ ഒരു ഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക. 1 × 3 എക്സ് ഗുണിക്കുമ്പോൾ 3 എക്സ് സമം ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക. 3 4 × 3 2 3 എക്സ് സമം ഇത് കൃത്യങ്ക നിയമം m × n സമം m പ്ലസ് n. m × n പ്ലസ് n. അതുപോലെ 3 4 × 3 2 m പ്ലസ് n. 4 + 2 6. ഇവിടെ ഈ സമവാക്യത്തിൽ ഇരുഭാഗത്തും പാദസംഖ്യകൾ തുല്യമാണ്, 3 3. അപ്പോൾ കൃതികൾ തുല്യമായിരിക്കും. അപ്പോൾ എക്സിൻ്റെ വില കിട്ടി, നമുക്ക് x സമം 6 എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് വില കൊടുക്കുക. എന്താ കാണേണ്ടത്? 8 എക്സ് മൈനസ് 3. അപ്പോൾ 8 എക്സിൻ്റെ വില എത്ര നമുക്ക് കിട്ടിയത്? 6 ആണ്. അപ്പോൾ എക്സ് മൈനസ് 3 6 - 3 8 6 3 കുറച്ചാൽ 3 8 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 × 8 × 8 8 × 8 64 × 8 ഉത്തരം 512.